കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കളും അണികളും പറഞ്ഞു ഭയപ്പെടുത്തുന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ കഥയെന്ത്? പുതിയ പദ്ധതി പ്രകാരം തൊഴിലാളികൾക്കും തൊഴിലിനും ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? പുതിയ പദ്ധതിയുടെ പേര് VBG റാംജി, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ. പഴയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ. 1. നിലവിലെ 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ദിനങ്ങളായി ഉയർത്താൻ ഈ ബില്ല് ശുപാർശ ചെയ്യുന്നു. അതായത് ഒരു ദിവസത്തെ കൂലിയായ 369 രൂപ 100 ദിവസം കൊണ്ട് 36,900 എന്നതിൽ നിന്ന് മാറി 125 ദിവസം തൊഴിൽ ലഭിക്കുമ്പോൾ ഓരോ തൊഴിലാളിക്കും 46,125 രൂപ വീതം ലഭിക്കുന്നു. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ തൊഴിലാളികൾക്ക് വേതനം നൽകണം. അല്ലാത്ത പക്ഷം 16-ാം ദിവസം മുതൽ നൽകേണ്ട തുകയുടെ 0.05% നിരക്കിൽ നഷ്ടപരിഹാരം നൽകണം. അത് സംസ്ഥാന സർക്കാർ വഹിക്കണം. തൊഴിലിനെ അപേക്ഷിച്ച് 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണം. അതിന്റെ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കണം. പദ്ധതി നടത്തിപ്പ് സുതാര്യമാണോ എന്നറിയാൻ GIS, ജിയോ ടാഗിംഗ്, ബയോമെട്രിക്സ്, AI ഓഡിറ്റ്സ് മുതലായ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കും. വനിതകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് യോജിച്ച തൊഴിൽ നൽകുന്നതിന് പ്രത്യേക വേതന നിരക്കുകൾ ഈ ബില്ല് ശുപാർശ ചെയ്യുന്നു. കാർഷിക സീസണുകളിൽ പദ്ധതി തൽക്കാലം നിർത്തിവെക്കാനും കൂടുതൽ കൂലി ലഭിക്കുന്ന മറ്റു ജോലികളിൽ ഏർപ്പെടാനും തൊഴിലാളികൾക്ക് ഈ ബില്ല് സ്വാതന്ത്ര്യം നൽകുന്നു. പുതിയ പദ്ധതി പ്രകാരം അർഹരായ തൊഴിലാളികളെ ഇനി ആർക്കും ഒഴിവാക്കാനാവില്ല. പാർട്ടി പരിപാടിക്ക് കൊടിപിടിക്കാൻ പോയില്ലെങ്കിൽ ജോലിയില്ല എന്ന വിരട്ടൽ ഇനി നടക്കില്ല എന്നർത്ഥം. ADS, CDSമാരുടെ മേൽക്കോയ്മയും മുഖം വീർപ്പിച്ചുള്ള ഭരണവും ഇനി നടക്കില്ല. പ്രതിപക്ഷ പാർട്ടികൾ വേവലാതിപ്പെടുന്നത് തൊഴിലാളികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പദ്ധതിയുടെ മേൽനോട്ടത്തിന് കേന്ദ്ര സംവിധാനം വരുമെന്ന ഭയമാണ്. പദ്ധതി കൂടുതൽ സുതാര്യമാവുമെന്ന ഭയമാണ് കാരണം. പദ്ധതി നിലവിൽ വന്നാൽ ചെയ്ത തൊഴിലിനെ കുറിച്ചുള്ള വിവരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കണം. വർഷത്തിൽ 2 തവണ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം. പൊതുപണം യഥാർത്ഥത്തിൽ ഗ്രാമവികസനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഇനി പൊതുജനങ്ങൾക്കും പരിശോധിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ മാറ്റത്തെ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നതും ഭയക്കുന്നതും.